പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ് മാത്തമാറ്റിക്സ് ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നോക്കൂ, താഴെ ലെറ്റ്സ് ഫൈൻഡ് ദ നമ്പേഴ്സ് ഫസ്റ്റ് ആക്ടിവിറ്റി തന്നിരിക്കുന്നത് നോക്കൂ. ഇവിടെ കുറച്ച് ഷേപ്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. കൗണ്ട് ആൻഡ് റൈറ്റ് ദ ഷേപ്സ് ആൻഡ് കോളം. കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ ഷേപ്പ്. എത്ര ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടെന്ന് എണ്ണണം. 1 2 3 അങ്ങനെ മൊത്തം കൗണ്ട് ചെയ്ത് നോക്കുക. ടോട്ടൽ 14 നമ്പേഴ്സാണുള്ളത്. നെക്സ്റ്റ് സർക്കിളാണ്. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ എത്രയുണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 പിന്നെയോ 12 പിന്നൊരു വലിയതും അല്ലേ, മൊത്തം 13 ആണ്. അതുപോലെ സർക്കിൾ 1 2 3 4 5 6 പിന്നെ ഏതാണ് 7 വലുതുണ്ട് അല്ലേ, 7 8. അപ്പോൾ മൊത്തം 8 ആണുള്ളത്. അപ്പോൾ ഷേപ്സും അതിൻ്റെ നമ്പറുകളും കറക്റ്റായിട്ട് എണ്ണാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അനു മെയ്ഡ് എ ട്രയാങ്കിൾ വിത്ത് പീസ് ഓഫ് ഇർക്കിൾ. ഹൗ മെനി പീസസ് ഓഫ് ഇർക്കിൾസ് ആർ നീഡഡ് ടു മേക്ക് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ഇത് വേണം, എത്ര ഇർക്കിൾ കഷ്ണങ്ങൾ വേണം? 3 അല്ലേ. ഇനി ഒബ്സർവ് ദ പിക്ചർ നോക്കുക. ദ നമ്പർ ഓഫ് വൈറ്റ് റെക്റ്റാങ്കിൾ ഈസ് ഡാഷ് ദാൻ ദ നമ്പർ ഓഫ് ബ്ലാക്ക് റെക്റ്റാങ്കിൾ. നിങ്ങളോട് കുറവാണോ കൂടുതലാണോ എന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് 1 കുറവ് അല്ലേ. ലെസ് ദാൻ എത്രയാണ്? ലെസ് ദാൻ 1 ആണ്. എവിടെയാണ്? ഒരെണ്ണം കുറവാണ്. ലെസ് ദാൻ ദ നമ്പർ ഓഫ് ബ്ലാക്ക് റെക്റ്റാങ്കിൾ 1 ആണ് കേട്ടോ. 1 കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത് 3ാമത്തെ ഉത്തരമാണ് 1 ലെസ് ദാൻ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ടോട്ടൽ എമൗണ്ട് ആണ്. ഒബ്സർവ് ദ ടേബിൾ ദാറ്റ് ഷോസ് ദ നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് നോട്ട്സ് ഈച്ച് ക്ലാസ് ബ്രോഡ് ഫോർ എക്സ്പെൻസ് ഫോർ ഗണിതോത്സവം. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾ അല്ലേ, ഗണിതോത്സവത്തിന് വേണ്ടി ചിലവാക്കിയ ക്യാഷാണ് തന്നിരിക്കുന്നത്. നോട്ട്സും ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാം ക്ലാസ്സിലെ കുട്ടികൾ 2 200ഉം 1 100ഉം 3 10ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തം എത്രയായി? 2 200 ആണ് തന്നിരിക്കുന്നത്. അപ്പം 400ആയി. 1 100 ഇപ്പോൾ 500ആയി. അപ്പം എത്രയായി? 500. 3 10 ആണ്. അപ്പം 530 ആണ് ഉത്തരം. രണ്ടാമത്തേത് ക്ലാസ്സിൽ ഒരു 500 തന്നിട്ടുണ്ട്. പിന്നെ ടോട്ടൽ എമൗണ്ട് 850 എന്നാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ എത്ര എണ്ണം കണ്ടെത്തി എന്നുള്ളത് ശരിയായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം 850 കിട്ടാൻ വേണ്ടിയിട്ട് 500. പിന്നെ ഇനി എത്രയുണ്ട്? 2 100 തന്നു കഴിഞ്ഞാൽ 200 ആവും. അപ്പോൾ 700ആയി അല്ലേ. പിന്നെ അല്ലെങ്കിൽ 3 അപ്പോൾ 800ആയി. 3 100 തന്നാൽ 800ആയി. പിന്നെ 5 10ൻ്റെ നോട്ട് തന്നാൽ 50ആയി അല്ലേ. അപ്പോൾ മൊത്തം 580ആയി. ഓക്കെ, ഇങ്ങനെ ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റുഡൻസ് ഓഫ് 4th സ്റ്റാൻഡേർഡ് ബോട്ട് ₹980 ടിക്ക് മാർക്ക് ഫോർ ദ കറക്റ്റ് വൺ. 980 എന്നുള്ളത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 980 നാലാമത്തെയാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. നമുക്ക് നോക്കാം. ഫൈൻഡ് ദ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ അക്കോർഡിംഗ് ടു ദ ഗിവൺ ക്ലൂ ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ പ്ലാൻ ടു ദ ഫീച്ചേഴ്സ് ഓഫ് ഐഡൻറ്റിഫൈ ദ നമ്പർ ഷുഡ് ബി റിട്ടൺ ഓൺ ദ ഫ്ലവേഴ്സ്. ചെടിച്ചട്ടിയിൽ
300 110 5 ones. അപ്പോൾ 315 അല്ലേ? 315 എന്നാണ്. അപ്പോൾ അതിവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എത്ര ടെൻസ് ഉണ്ടെന്ന് എഴുതാം. 31 ടെൻസ്, 5 വൺസ്, പിന്നെയോ 315 വൺസ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇത് കംപ്ലീറ്റ് ആകും. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ് പറഞ്ഞിരിക്കുന്നത്. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 210, 320, 430. അടുത്ത എത്രയായിരിക്കും? 540. 540. അടുത്തത് 650. See question. Put tick on the correct one which is arranged from smallest to largest. സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് എഴുതിയേക്കുന്നത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? 512, 520, 540, 550 അല്ലേ? ഇതാണ് തേർഡ് വണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അഞ്ഞൂറ്റി 520, 540, 550 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി കാർഡ് പ്ലേ ആണ്. നോക്കൂ, റാഷി ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് കാർഡ്സ് ഫോർ ദ പാർട്ടിസിപ്പൻസ് ഓഫ് ഗണിതോത്സവം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ കാർഡ്സ് ഫ്രം 100 to 135 were prepared for the children of the first standard. How many children are there in the first standard? അപ്പോൾ 100 മുതൽ 135 വരെയാണ്. അപ്പോൾ മൊത്തം ഉള്ളത് 36 സ്റ്റുഡൻ്റ് ആണ്. 135 100 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയായിട്ട്? 36 സ്റ്റുഡൻസ് ആണ് മൊത്തം ഉള്ളത്. ഇനി 32 cards were prepared for standard 2 students. If the numbers on the first card is written consecutively starting from 50, what will be the number on the last card? ഫസ്റ്റ് സ്റ്റുഡൻറ്റ് 50 ആണെങ്കിൽ ലാസ്റ്റ് കാർഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 81 ആണ്. ഇനി റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 3-digit നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ കാർഡ്സ്. കാർഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ലാർജസ്റ്റും സ്മോളസ്റ്റും ആയിട്ടുള്ള 3-digit നമ്പേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. 2 അല്ല 5 2 അല്ലേ? 7 കഴിഞ്ഞിട്ടുള്ള ലാർജസ്റ്റ് 5 2. സ്മോളസ്റ്റ് ഏതായിരിക്കും? 2 5 7. ഇനി ഡി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നമ്പർ ഫോംഡ് ബൈ 326 ടെൻസ്. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. 326 ടെൻസ് 560. ഇതാണ് 560 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് റൈറ്റ് 4 3-digit numbers that can be formed using cards. ഇത് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 3-digit നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3-digit നമ്പേഴ്സ് നിങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. 634, 600, ഏതൊക്കെ എഴുതാം? 643 എഴുതാം, 634 എഴുതാം, 346 എഴുതാം, 363 എഴുതാം, അങ്ങനെ 436 എഴുതാം, 463 എഴുതാം അല്ലേ? അപ്പോൾ എഴുതാവുന്ന സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 സംഖ്യകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? 643 ഒഴിവാക്കാട്ടോ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചെഴുതുന്ന ഏതെങ്കിലും 4 സംഖ്യകളാണെങ്കിലും എഴുതിയാൽ മതി. നെക്സ്റ്റ് റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. സ്മോളിൽ നിന്ന് ലാർജിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് നിങ്ങളിതിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ ഓർഡറിൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് ഇതിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, what is the number on the 30th card for if your right is consecutively starting from 760? അങ്ങനെയാണെങ്കിൽ 30th കാർഡിലെ നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 745 ആയിരിക്കും. എത്രയായിരിക്കും? 745 ആയിരിക്കും. നെക്സ്റ്റ് for D question, which number is formed by 705 times? Mark a tick against the correct answer. 750 അല്ലേ? ഏതാണ്? 750 ഇതാണ്. ഇനി ഫിഫ്ത്ത് അബാക്കസ് ആണ്.
given below is abacus prepared for ഗണിതോത്സവം. what is the number on the abacus? ഇതിൽ 1 2 3 4 5. 100ന്റെ ഭാഗത്ത് 5 ആണ് വന്നത്. ടെൻസിൻ്റെ ഭാഗത്ത് 1 2 ആണ് വന്നത്. വൺസിൻ്റെ ഭാഗത്ത് 1 2 3 4. 524 ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, on this abacus a pearl is taken from one's place and put in the tens place. what will be the number now? എന്താ ചെയ്തത്? ഇവിടെ വൺസ് പ്ലേസിൽ നിന്ന് എടുത്ത് ഒരെണ്ണം ടെൻസ് പ്ലേസിലേക്ക് മാറ്റി. അപ്പോൾ എങ്ങനെ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 3 3 അല്ലേ? 533. ടിക്ക് on the correct statement about 830. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ എഴുതാനാണ് ചോദിക്കുന്നത്. 830 ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 83 വൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 83 ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 803 വൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 83 ടെൻസ് ആണ്. ഏതാണ്? 83 ടെൻസ് ആണ്. മൂന്നാമത്തെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, ഒബ്സർവ് ദ cards, number cards given. which 3 cards will form 1000? which one is did Rashi and Vavi choose? write them the boxes. റാഷിയും വാവിയും 1000 കിട്ടണം 3 നമ്പേഴ്സ് തമ്മിൽ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള 3 കാർഡുകൾ എടുത്ത് രണ്ടുപേരോടും ശരിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ കാണിച്ചുതരാം. ഇവിടെ 500 എടുത്തു, ഇവിടെ 300 എടുത്തു, ഇവിടെ 200 എടുത്തു. അപ്പോൾ 1000 ആയില്ലേ? ഇതെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ 1000 ആയി. അതുപോലെ അടുത്തത് എന്താണ്? ഒരു 450 എടുക്കാം, 50 എടുക്കാം, പിന്നെ ഒരു 500 എടുക്കാം. ഇപ്പോഴും 1000 ആയി. അപ്പോൾ അങ്ങനെ 1000 കിട്ടുന്ന രീതിയിൽ ഇത് 3 പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1000 കിട്ടുന്ന രീതിയിൽ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആക്ടിവിറ്റി 5B ആണ് തന്നിരിക്കുന്നത്. ഇവിടെയും ഗണിതോത്സവ ഒരു കാർഡാണ് തന്നിരിക്കുന്നത്. ഇയാൻ ആൻഡ് സോഫി ഗോട്ട് 900 വിത്ത് 3 cards. വിച്ച് കാർഡ്സ് ദേ യൂസ്? 900 ആണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ 900 കിട്ടാൻ പാകത്തിനുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. മുകളിൽ എഴുതിയ പോലെ തന്നെ എഴുതുക. അപ്പോൾ 500 കിട്ടി. പിന്നെ ഏതാണ് നിങ്ങൾക്ക് 300, പിന്നെ 100. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 400, 200, പിന്നെ 300. ഇങ്ങനെ നിങ്ങൾക്ക് 900 കിട്ടുന്ന രീതിയിലും എഴുതാം. ഇത്രയൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓൺ ദ അബാക്കസ്? താഴെ കാണിച്ചിരിക്കുന്ന അബാക്കസിലുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 1 2 3 4. 4 ആണ്. എത്ര ടെൻസ് ആണ്? 3 ടെൻസ് ആണ്, 2 വൺസ് ആണ്. 432. ഇനി എ പേൾ ഈസ് ടേക്കൺ ഫ്രം ദ 100th പ്ലേസ് ആൻഡ് പുട്ട് ഇൻ ദ 10th പ്ലേസ്. വാട്ട് വിൽ ബി ദ നമ്പർ ഗിവൺ? എന്താ പറഞ്ഞിരിക്കുന്നത്? 100th പ്ലേസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് 10th പ്ലേസിലേക്ക് മാറ്റി. വാട്ട് വിൽ ബി ദ? അപ്പോൾ 100 പ്ലേസിൽ ഒരെണ്ണം ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇവിടെ 3 ആയി അല്ലേ? അപ്പോൾ 342 എന്ന് വരും അല്ലേ? 342 എന്ന് വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ടിക്ക് ഓൺ ദ കറക്റ്റ്ലി അറേഞ്ച്ഡ് നമ്പർ 604 ഇൻ ദ നമ്പർ സ്ട്രിപ്പ്. ഇതിൽ ഏതാ വരുന്നത്? 604 എന്ന് വന്നത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? 604 എന്നുള്ള സെക്കൻഡ് വണ്ണാണ് കറക്റ്റായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.